ഇസ്രയേലിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പേര് ഒഴിവാക്കാനാവില്ല. ആധുനിക ഇസ്രയേലിന്റെ രാഷ്ട്രീയ മുഖമായി ദീർഘകാലം നിലനിന്ന ഈ നേതാവ് അറബ് രാജ്യങ്ങളുടെ പേടി സ്വപ്നമായാണ് പലപ്പോഴും വിശേഷിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം, സൈനിക പശ്ചാത്തലം, രാഷ്ട്രീയ നിലപാടുകൾ, അറബ് ലോകത്തോടുള്ള സമീപനം എന്നിവ അദ്ദേഹത്തെ ഒരു സങ്കീർണ വ്യക്തിത്വമാക്കി മാറ്റുന്നു. 1949 ടെൽ-അവീവിലാണ് ബെഞ്ചമിൻ നെതന്യാഹു ജനിച്ചത്. പ്രമുഖ സയനിസ്റ്റ് ചരിത്രകാരനായ ബെൻസിയോൺ നെതന്യാഹുവിന്റെ മകനായ അദ്ദേഹത്തിന്റെ ജീവിതം ഇസ്രയേലിന്റെ ആദർശങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം അമേരിക്കയിലേക്ക് താമസം മാറ്റി. അവിടെ വെച്ചാണ് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസം നേടുന്നത്. മസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ബിരുദം നേടിയ നെതന്യാഹുവിന് ഉന്നത പഠനത്തിലുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം ഇസ്രയേലിലേക്ക് മടങ്ങി രാജ്യസേവനം ചെയ്യാൻ തീരുമാനിച്ചു. ഇസ്രയേൽ പ്രതിരോധ സേനയുടെ എലൈറ്റ് കമാൻഡോ യൂണിറ്റായ സൈറത്ത് മത്കാലിൽ ചേർന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നിർണായക വഴിത്തിരിവായിരുന്നു. കമാൻഡോ യൂണിറ്റിലെ അംഗം എന്ന നിലയിൽ അദ്ദേഹം നിരവധി രഹസ്യ ദൗത്യങ്ങളിൽ പങ്കെടുത്തു. 1972 ബ്ലാക്ക് സെപ്റ്റംബർ തീവ്രവാദികൾ തട്ടിയെടുത്ത സെബേന എയർലൈൻസ് വിമാനം രക്ഷിക്കുന്നതിനുള്ള ഓപ്പറേഷൻ ഇസോട്ടോപ്പ് എന്ന ദൗത്യത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ഈ ദൗത്യത്തിനിടെ അദ്ദേഹത്തിന് പരിക്കേറ്റെങ്കിലും അത് അദ്ദേഹത്തിന്റെ ധീരതയുടെ തെളിവായി. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ സംഭവം സഹോദരൻ യോനാഥൻ നെതന്യാഹുവിന്റെ മരണമായിരുന്നു. 1976 എൻഡേബയിൽ നടന്ന ഒരു രക്ഷാപ്രവർത്തനത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. ഈ സംഭവം നെതന്യാഹുവിന്റെ ജീവിതത്തെയും രാഷ്ട്രീയ നിലപാടുകളെയും ആഴത്തിൽ സ്വാധീനിച്ചു. ഭീകരവാദത്തിനെതിരായ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് ഈ സംഭവം ഒരു പ്രധാന കാരണമായി മാറി. സൈനിക സേവനത്തിന് ശേഷം നെതന്യാഹു അമേരിക്കയിൽ നയതന്ത്രജ്ഞനായി പ്രവർത്തിച്ചു. ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രയേലിന്റെ പ്രതിനിധിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഇസ്രയേലിന്റെ നിലപാടുകൾ ലോകത്തിന് മുന്നിൽ ശക്തമായി അവതരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗപടവം, വാദപ്രതിവാദ നൈപുണ്യം, ടെലിവിഷൻ ചർച്ചകളിലെ സാന്നിധ്യം എന്നിവ അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി. 1988 ഇസ്രയേലിലേക്ക് മടങ്ങിയ നെതന്യാഹു രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. ലിക്കൂഡ് പാർട്ടിയിൽ ചേർന്ന അദ്ദേഹം പിന്നീട് അതിന്റെ നേതാവായി ഉയർന്നു. 1996 ലേബർ പാർട്ടിയുടെ ഷിമോൺ പെരസിനെ പരാജയപ്പെടുത്തി 46-ാം വയസ്സിൽ അദ്ദേഹം ഇസ്രയേലിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി. ഈ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം സ്വീകരിച്ച കർക്കശ നിലപാടുകൾ അറബ് ലോകത്ത് ആശങ്കകൾക്ക് വഴിയൊരുക്കി. പലസ്തീൻ പ്രശ്നത്തിൽ അദ്ദേഹം സ്വീകരിച്ച കടുത്ത നിലപാടുകൾ സമാധാന പ്രക്രിയയെ മന്ദഗതിയിലാക്കി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ ചില പ്രധാന നിലപാടുകൾ എടുത്തു പറയേണ്ടതാണ്. അതിൽ ആദ്യത്തേതാണ് ഇറാനെതിരായ നിലപാട്. ഇറാനെ ഇസ്രയേലിന്റെ നിലനിൽപ്പിനുള്ള ഭീഷണിയായി നെതന്യാഹു എപ്പോഴും കണ്ടു. ഇറാൻ ആണവ കരാറിനെ അദ്ദേഹം ശക്തമായി എതിർക്കുകയും ഇറാനെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇറാനെതിരെ നേരിട്ടുള്ള സൈനിക നീക്കങ്ങൾക്കും അദ്ദേഹം മടിച്ചില്ല. 2 രാഷ്ട്ര പരിഹാരത്തെ അദ്ദേഹം പൂർണ്ണമായും അംഗീകരിച്ചില്ല. വെസ്റ്റ് ബാങ്കിലെ ജൂത കുടിയേറ്റ കേന്ദ്രങ്ങളെയും അദ്ദേഹം പിന്തുണച്ചു. പലസ്തീൻ അതോറിറ്റിയുമായി ചില സുരക്ഷാ സഹകരണങ്ങൾ നിലനിർത്തിയപ്പോഴും അവരുടെ പരമാധികാരത്തെ അദ്ദേഹം ചോദ്യം ചെയ്തു. ഇത് പലസ്തീൻ ജനതയ്ക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായി. ഗാസയിലെ ഹമാസ് ഭരണത്തിനെതിരെ അദ്ദേഹം ശക്തമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. ഹമാസിനെ ഒരു ഭീകര സംഘടനയാക്കി പ്രഖ്യാപിക്കുകയും അവർക്കെതിരെ നിരവധി സൈനിക നടപടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ഗാസയിലെ ഹമാസ് ആക്രമണങ്ങൾക്ക് ഇസ്രയേൽ നൽകിയ തിരിച്ചടികൾ പലപ്പോഴും വലിയ മാനുഷിക ദുരന്തങ്ങൾക്കും വഴിവെച്ചു. അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ നെതന്യാഹു ഒരു പുതിയ സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇറാൻ എന്ന പൊതുശത്രുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് UAE, ബഹ്റൈൻ, മൊറോക്കോ തുടങ്ങിയ അറബ് രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു. ഇത് അബ്രഹാം അക്കൗണ്ട്സ് എന്നറിയപ്പെടുന്നു. ഈ കരാറുകൾ അറബ് ലോകത്ത് ഒരു പുതിയ ഭൗമരാഷ്ട്രീയ സമവാക്യത്തിനും വഴിയൊരുക്കി. ഈ നീക്കം പലസ്തീനിയൻ പ്രശ്നത്തെ അവഗണിക്കുന്നുവെന്ന വിമർശനവും ഉയർത്തുന്നുണ്ട്. നെതന്യാഹുവിന്റെ രാഷ്ട്രീയ നിലപാടുകളും പ്രവർത്തനങ്ങളും അറബ് ലോകത്തിന് അദ്ദേഹത്തോടുള്ള കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. അതിന് നിരവധിയായിട്ടുള്ള കാരണങ്ങളുമുണ്ട്. അതിൽ ആദ്യത്തേത് അതിതീവ്ര വലതുപക്ഷ നിലപാടുകളാണ്. ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് അദ്ദേഹം പലസ്തീനികളുടെ അവകാശങ്ങൾ പലപ്പോഴും അവഗണിച്ചു. പലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും നെതന്യാഹു ഒരു തടസ്സമായി നിലകൊണ്ടു. ഗാസ, വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിൽ അദ്ദേഹം നടത്തിയ സൈനിക നീക്കങ്ങൾ നിരവധി പലസ്തീൻ ജനതയുടെ ജീവൻ അപഹരിച്ചു. ഇത് അറബ് ലോകത്ത് വലിയ രോഷത്തിനും കാരണമായി. അറബ് രാഷ്ട്രങ്ങളെ ഭിന്നിപ്പിച്ച ചില രാജ്യങ്ങളുമായി സഖ്യമുണ്ടാക്കി ഇസ്രയേലിന്റെ സ്വാധീനം വർദ്ധിപ്പിച്ചു എന്ന ആരോപണവും അദ്ദേഹത്തിനെതിരെയുണ്ട്. ഇത് പലസ്തീൻ പ്രശ്നത്തിന്റെ പ്രസക്തി കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമായി അറബ് രാജ്യങ്ങൾ കണ്ടു. ഇസ്രയേലിന്റെ ആണവ ശേഖരത്തെക്കുറിച്ചുള്ള നിശബ്ദതയും ഇറാനെതിരെയുള്ള അദ്ദേഹത്തിന്റെ ആവർത്തിച്ചുള്ള ഭീഷണികളും അറബ് ലോകത്ത് ആശങ്കയുണ്ടാക്കി. നെതന്യാഹുവിന്റെ ഭരണകാലം എന്നത് നിരവധി അഴിമതി ആരോപണങ്ങളാൽ നിറഞ്ഞതാണ്. കൈക്കൂലി, വഞ്ചന, വിശ്വാസവഞ്ചന തുടങ്ങിയ കുറ്റങ്ങളിൽ അദ്ദേഹം വിചാരണ നേരിട്ടു. ഇത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടവും വരുത്തി. ഈ നിയമപ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഭീഷണിയാണെന്ന് പലരും വിശ്വസിച്ചു.
എങ്കിലും രാഷ്ട്രീയ പ്രതിസന്ധികളെയും നിയമപരമായ വെല്ലുവിളികളെയും അതിജീവിച്ച് അദ്ദേഹം ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ തന്റെ സ്ഥാനം നിലനിർത്തി പോന്നു. നെതന്യാഹുവിന്റെ ഭരണം അവസാനിച്ചുവെന്ന് തോന്നിയ ഘട്ടങ്ങളിൽ പോലും അദ്ദേഹം ശക്തമായി തിരിച്ചെത്തി. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ജീവിതം ഇസ്രായേലിന്റെ സങ്കീർണമായ ചരിത്രത്തെയും അതിന്റെ അതിജീവനത്തിനായുള്ള നിരന്തരമായ പോരാട്ടങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അറബ് ലോകത്തിന് അദ്ദേഹം ഒരു ഭീഷണിയാണോ അതോ സമാധാനത്തിനുള്ള പുതിയ സാധ്യതകൾ തുറന്നുവിട്ട നേതാവാണോ എന്ന ചോദ്യത്തിന് ഇനിയും വ്യക്തമായ ഉത്തരമില്ല.